വീട്ടിൽ നിന്ന് ഇറങ്ങി 11 വർഷത്തിന് ശേഷമാണ് ഏട്ടനാണ് എന്നെ വിളിച്ചത്. ഈ അടിച്ചിറക്കിയ ഏട്ടൻ തന്നെ എന്നെ വിളിച്ചത് കേട്ടോ. വിളിച്ചിട്ട് പറഞ്ഞു, ഏട്ടന് അന്ന് വേണ്ടത് എന്നോട് ചോദിച്ചത്, ഒരു അനിയനാണല്ലോ, എത്ര വർഷം കഴിഞ്ഞിട്ട് കാണുന്ന, നീ എവിടെയാണോ, നിനക്ക് സുഖമാണോ എന്നല്ല എന്നോട് ചോദിച്ചത്. ചേട്ടൻ്റെ കസിൻ ഭാര്യ വീട്ടിലൊരു മാരേജ് ഉണ്ട്, എന്നെ ഒന്ന് സഹായിക്കുമോ, കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത്, ഏട്ടന് പൈസ കൊടുത്താൽ എനിക്ക് വീട്ടിൽ കയറാം, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് കാണാം, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാൻ തരാം, ഏട്ടന് എത്ര വേണ്ടെന്ന് ചോദിച്ചു. അന്ന് ഏട്ടൻ പറഞ്ഞ പൈസനേക്കാൾ കൂടുതൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് പലിശയ്ക്ക് പണം എടുത്തു. പലിശയ്ക്ക് ക്യാഷ് എടുത്ത് ഞാൻ നാട്ടിലേക്ക് വരുവാണ്. ഏട്ടൻ റിസപ്ഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ സ്റ്റെയർ കേഴ്സ് ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, സാരിയൊക്കെ എടുത്ത്. ഏട്ടൻ ഷോക്കായിപ്പോയി എന്നെ കണ്ടപ്പോൾ തന്നെ. കാരണം ഞാൻ എവിടെയും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫോട്ടോസോ, ഞാൻ സർജറി കഴിഞ്ഞോ ഒന്നും ആർക്കും അറിയാം, പക്ഷെ എന്നെ കാണാൻ പറ്റില്ല. അന്നൊന്നും ഞാൻ ഫേമസ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒന്നിലും വന്നിട്ടില്ല, നമ്മുടെ കയ്യിൽ ഫോട്ടോസുകൾ മാത്രമല്ലായിരുന്നു. ഏട്ടൻ കണ്ടു, ഏട്ടന് ഷോക്കായിപ്പോയി. ഏട്ടൻ പറഞ്ഞു, എന്തിനാ ഇവിടെ താമസിക്കണേ, നമുക്ക് വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ ഏട്ടനെ വിളിച്ചു. നേരെ ഞങ്ങൾ, ഏട്ടൻ പറഞ്ഞു ഓട്ടോ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഓട്ടോയാ എന്നുള്ള രീതിയിൽ ഞാൻ ഡയലോഗ് അടിച്ചു, ടാക്സി വിളിച്ചു, നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ആ നാട്ടിലെ എല്ലാ ജനങ്ങളെയും വിളിച്ച് കൂട്ടിയിരിക്കുവാണ്. വീട്ടിൽ കയറുന്ന സമയത്ത് കുറച്ചങ്ങ് എത്തുന്ന സമയമാകുമ്പോഴേക്ക് ഏട്ടൻ പറയാട്ടാ എൻ്റെ അടുത്ത്, എന്തെന്ന്, നീ ഇവിടെ ഞാൻ ഇവിടെ ഇറങ്ങാം, നീ വീട്ടിലേക്ക് കയറിക്കോ, ഞാൻ പുറകു വശത്തോടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഏട്ടൻ എൻ്റെ കൂടെ വരണം, എങ്കിലും ഞാൻ വരില്ല, ഞാൻ ഈ കാർ നേരെ ബാംഗ്ലൂർക്ക് വിടുന്നു പറഞ്ഞു. ഇല്ല ഞാൻ വരാമെന്ന് പറഞ്ഞു. സോ ഏട്ടൻ ഫ്രണ്ടിൽ, ഞാൻ കാറിൽ ബാക്കിൽ, നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഉള്ളിലൊരു വാശിയായിരുന്നു കേട്ടോ. ഡോറ് തുറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാൻ ഡോർ തുറന്നില്ല. ഏട്ടൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഡോർ തുറക്കണ പോലെ ചുമ്മാ ഇങ്ങനെ കാണിച്ച്, ഏട്ടൻ ഇറങ്ങി ഡോർ തുറന്നു തന്നെ എനിക്ക്. ഞാൻ സത്യമായിട്ട് നമ്മുടെ ഈ പടയപ്പ സിനിമ, കുറേ സിനിമകളിലൊക്കെ ഹീറോയിൻ വന്ന് ഇറങ്ങുന്ന കണ്ടിട്ടില്ല, അതേ മൈൻഡ്, ആ ഒരു വീറും വാശി തന്നെയായിരുന്നു എനിക്ക്. ഞാൻ ഇറങ്ങി, എല്ലാവരും നോക്കിയാൽ, അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുക. ഉമ്മരം വീടിൻ്റെ ഫ്രണ്ടിൽ ചവിട്ടുപടി കയറിനേക്ക് മുമ്പ് ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഏട്ടൻ 12 വർഷങ്ങൾ, എന്നെ ഇവിടുന്ന് അടിച്ചിറക്കുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏട്ടന് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, കാരണം ഈ വീട്ടിൽ നീ ജീവിക്കണമെങ്കിൽ ഒന്നുമല്ല ആണോ അല്ലെങ്കിൽ പെണ്ണോ ആയി ജീവിക്കണം, ആണും പെണ്ണും കേട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഏട്ടനെ എടുത്തപ്പോൾ ഏട്ടനെ വീണ്ടും ഞാൻ അങ്ങനെ പറഞ്ഞൂലേ എന്നുള്ളത്. സോ ഇന്ന് ഞാനൊരു പെണ്ണാണ്, ഞാനൊരു സ്ത്രീയാണ്, ഏട്ടൻ്റെ അനിയത്തിയായിട്ട് എന്നെ സ്വീകരിക്കാൻ പറ്റുമെന്ന് വെച്ചു. ഏട്ടൻ കരഞ്ഞു, എൻ്റെ കാല് പിടിക്കാൻ വന്നു. അപ്പോൾ ഞാൻ കൈ പൊന്തിച്ചു, ആക്കി ഹഗ് ചെയ്തു, എനിക്ക് ഉമ്മയൊക്കെ തന്ന് ഏട്ടനാണ് എന്നെ സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റിയത്.